നിങ്ങൾ പോലെ പോലെ ഒരു കാര്യം വെച്ചോടെ അതെ നിങ്ങൾ താരലൊക്കെ പറഞ്ഞിട്ടോ നീ എന്റെയാ, നീ എനിക്ക് ഭയങ്കര വിലപ്പെട്ടതാ, നീ എനിക്ക് ഭയങ്കര ഇഷ്ടമാ, ഞാൻ നിന്നെ വിട്ട് പോകത്തില്ല, എന്തിനും ഏതിനും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ളവർ നിങ്ങളുടെ ലൈഫിലുണ്ടോ? പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് ഈ പറഞ്ഞവരൊക്കെ ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കൂടെ ഉണ്ടോ? ഇല്ല അല്ലെ? സാരില്ല. പക്ഷേ നിങ്ങൾക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തരാം. എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന ഒരാൾ, ഭയങ്കര സ്നേഹമുള്ള ഒരാള്, വാക്ക് പറഞ്ഞ വാക്ക് പാലിക്കുന്ന ആള് ആരാന്നറിയണ്ടേ? യശയപ്രവാചന്റെ പുസ്തകത്തിലെ 43-ാം അധ്യായത്തിലെ 1-ാം തിരുവചനം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. പിന്നെ താഴോട്ട് വരുമ്പോ 4-ാമത്തെ വചനം, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യ പ്രിയങ്കരനും എന്നൊക്കെ പറയുന്ന ഒരു ദൈവം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ചിലപ്പോൾ നിങ്ങളിപ്പോ നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര ഒറ്റപ്പെട്ടിരിക്കുമായിരിക്കും, ആരും ഉണ്ടാവില്ല നിങ്ങളുടെ കൂടെ. നിങ്ങൾ വിചാരിച്ചവരും നിങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന് കരുതിയവരും നിങ്ങൾ സ്നേഹിച്ചവരും ഒക്കെ നിങ്ങൾ വിട്ടു പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ വലിയൊരു പ്രശ്നത്തിലായിരിക്കും നിങ്ങളുടെ ലൈഫിൽ, ആർക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല, നിങ്ങളുടെ പൈസയ്ക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പൊസിഷനോ അല്ലെങ്കിൽ എന്തും, ഇപ്പൊ നമ്മുടെ പേരൻസിനോ കൂടെയുള്ളവർക്ക് ആർക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ വിഷമിച്ചിരിക്കുകയല്ല വേണ്ടത്, ദൈവത്തിന്റെ അടുത്തോട്ട് പോവാ. നിങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ള ഒരാള്, നിങ്ങളെ സ്നേഹിക്കുന്ന ആള്, നിങ്ങളെ വിലമതിക്കുന്ന ആള്, നിങ്ങളെ ബഹുമാനിക്കുന്ന ഒരാള്, അതാണ് നമ്മുടെ ദൈവം. അപ്പം ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവം നിങ്ങളോടും ചേർന്ന് നിൽക്കും. നിങ്ങളുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും എല്ലാം സോൾവ് ചെയ്യാനും നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല, എല്ലാത്തിനും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പം ദൈവത്തോട് ചേർന്ന് നിൽക്കുക. അത്രേ ഉള്ളൂ. ബൈ.